പ്രിയമുള്ളവരെ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ മധുവിധുക്കാലം കുറച്ച് നീണ്ടുപോകും. അതിനുശേഷമേ ഈ ഗ്രൂപ്പ് വഴക്കങ്ങളും തർക്കങ്ങളും ഒക്കെ കോൺഗ്രസിൽ ഉണ്ടാകൂ എന്ന് നമ്മൾ വ്യാമോഹിച്ചു. കാരണം കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അറിയുന്നത് നമുക്കറിയാം. കോൺഗ്രസിൽ ഗ്രൂപ്പിസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ആ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി പാർട്ടി വളരാറുണ്ട്. പാർട്ടിക്ക് കുറച്ച് യുവ നേതാക്കന്മാരെ മിക്കപ്പോഴും ഈ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായൊക്കെ ലഭിക്കാറുണ്ട്. കാരണം തങ്ങളോടൊപ്പം തങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ യുവ നേതാക്കന്മാരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നിലപാട് ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് പണ്ടേ ഉണ്ട്. അത് കെ കരുണാകരനായാലും ഉമ്മൻചാണ്ടി ആയാലും അങ്ങനെ വളർന്നു വന്ന പ്രതിഭാധനരായ ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയം ആ പ്രസ്ഥാനത്തിൻ്റെ ഒരുപക്ഷെ ശാപവും മറ്റു ചിലപ്പോഴൊക്കെ ഉപകാരവുമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ മധുവിധു അധികം നീണ്ടുപോയില്ല എന്ന് മാത്രമല്ല, കല്യാണത്തിൻ്റെ അന്ന് തന്നെ പപ്പടത്തിനു വേണ്ടി അടികൂടുകയും വധുവും വരനുമൊക്കെ അതിൻ്റെ ഭാഗമായി തീർന്ന് ബന്ധം അടിച്ചു പിരിഞ്ഞു പോവുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ് കോൺഗ്രസിൻ്റെ നിലവിലുള്ള സംസ്ഥാനത്തെ ഭരണം വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട ഒരു പ്രസ്ഥാനമാണ്. 2001 100-ലധികം സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു. പിന്നീട് കോൺഗ്രസ് കണ്ടത് അതികഠിനമായ ഗ്രൂപ്പ് വഴക്കുകളുടെ കാലഘട്ടമാണ്. കരുണാകരനും AK ആന്റണിയും ഒക്കെ പരസ്പരം ഗ്രൂപ്പിൻ്റെ പേരിൽ മത്സരിച്ചു. കെ മുരളീധരനെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാനും മുഖ്യമന്ത്രിയാക്കുവാനും ഒക്കെ കെ കരുണാകരൻ ശ്രമിച്ചു. AK ആന്റണി അത് പ്രതിരോധിക്കുവാൻ ശ്രമിച്ചു. പിന്നീട് പാർട്ടി പിളർന്നു, DIC ഉണ്ടായി. അതിനുശേഷം കേരളത്തിൽ കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പേ ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. 2006 കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് പണ്ടാരമടങ്ങി. 2011 അധികാരത്തിൽ വന്നത് തന്നെ 2 സീറ്റിൻ്റെ ചെറിയ വ്യത്യാസത്തിലാണ്. അത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചു. VS അച്യുതാനന്ദൻ്റെ പിറകിൽ നിന്ന് കാലുവാരിയതിൻ്റെ ഫലമായി ലഭിച്ച 2 സീറ്റിൻ്റെ ഒരു പിൻബലത്തിലാണ് 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അല്ലെങ്കിൽ തുടർച്ചയായി ഒരുപക്ഷെ കേരളത്തിൽ CPM അധികാരത്തിൽ വരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിനെ അത്രമേൽ ദുർബലമാക്കി എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ 2011 പോലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ലായിരുന്നു. അന്ന് ആ 2 സീറ്റുകളുടെ നേരിയ പിൻബലത്തിലാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നിന്ന് അവരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നത് കുറച്ച് വിരോധാഭാസവും സങ്കടകരവുമാണ്. കാരണം കോൺഗ്രസ് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റേത്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, പാരമ്പര്യമായി കോൺഗ്രസ്സുകാരനാണ് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ 2026 അധികാരത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ UDF 2026 അധികാരത്തിലെത്തുമ്പോൾ അത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അധികമായ കോൺട്രിബ്യൂഷൻ കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളേറെ 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭരണം, അതിൻ്റെ മടുപ്പിൽ നിന്നാണ് UDFൻ്റെ വിജയം എന്നതാണ് യാഥാർത്ഥ്യം. അത് ഉൾക്കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ ഒരു വീക്ഷണം. കാരണം ധൂർത്ത്, അതുപോലെ ധാർഷ്ട്യം, ഇതൊക്കെ നിറഞ്ഞു നിന്ന 10 വർഷത്തെ ഭരണം, പ്രത്യേകിച്ചും വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. റോഡുകളുടെയൊക്കെ വികസനം പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, കടക്കുപുറത്തലുകൾ, ആർക്കും അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു ഘടകമെന്ന രീതിയിൽ അദ്ദേഹത്തെ കാണുവാനും സംവദിക്കുവാനും തങ്ങളുടെ പരാതികൾ പറയുവാനും കഴിയാത്തൊരവസ്ഥ, അതൊക്കെയാണ് LDF സർക്കാരിനെ വീഴ്ത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. അതുൾക്കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ മുന്നോട്ട് പോയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമായിരിക്കും എന്നു തന്നെ പറഞ്ഞുകൊള്ളട്ടെ. കോൺഗ്രസിലെ ഇപ്പോഴത്തെ തർക്കങ്ങളൊക്കെയും ഈ ഗവൺമെൻറ് ലീഡറുമായി ബന്ധപ്പെട്ടാണ്. ആ പ്രശ്നങ്ങളൊക്കെയും തന്നെ 2 കൂട്ടർക്കും പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. അതായത് VD സതീശനെ എതിർക്കുന്ന ആളുകൾക്കും പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ്. ഒരു ABVP പ്രവർത്തകൻ, അയാൾ പിന്നീട് ലോയേഴ്സ് കോൺഗ്രസിൽ വന്നു, അയാളെ ഗവൺമെൻറ് ലീഡറാക്കി എന്നാണ് VD സതീശൻ ഇതിന് നൽകുന്ന ഒരു വ്യാഖ്യാനം. VD സതീശൻ്റെ ഒരു വ്യാഖ്യാനം. 2 പേരെ എങ്ങനെ ഗവൺമെൻറ് ലീഡറാക്കിയിട്ടുണ്ട്. ഒരാൾ SFIയിൽ ഉണ്ടായിരുന്ന ആളാണ്, പിന്നീട് അവർ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാഗമായി. മറ്റൊരാൾ ABVPയിൽ ഉണ്ടായിരുന്ന ആളാണ്, അയാൾ പിന്നീട് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാഗമായി എന്നാണ് VD സതീശൻ്റെ വിഭാഗം ഉന്നയിക്കുന്ന ഒരു ന്യായീകരണം. അത് ചിലപ്പോൾ സ്വാഭാവികമായും സംഭവിച്ചതായിരിക്കാം. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ പിന്നീട് രാഷ്ട്രീയം മാറുന്ന ഒരു സമ്പ്രദായമുണ്ട്. നമുക്കറിയാവുന്ന പോലെ സന്ദീപ് വാര്യരൊക്കെ ഈ അടുത്ത സമയത്താണ് സംഘപരിവാര പാളയം വിട്ട് കോൺഗ്രസിലെത്തിയത്. അപ്പോൾ അതുപോലെയൊക്കെ ആരെങ്കിലുമൊക്കെ ABVP കോളേജിലൊക്കെ പ്രവർത്തിച്ച ആളുകൾ പിന്നീട് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ലീഡറാകാം. അത് ഒരുപക്ഷെ VD സതീശൻ പറയുന്നത് ശരിയുമായിരിക്കാം. ഇനി VD സതീശന് അലേഷ്യസ് സഫീർ എന്ന് പറയുന്ന
കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാം. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. കാരണം വി.ഡി. സതീശൻ തന്നെ പറയുന്ന ഒരു കാര്യം, നേരത്തെ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കന്മാരെ കണ്ടതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ന്യായീകരണം, താൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കന്മാരെയും കാണുമെന്നാണ്. ആ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ, അദ്ദേഹം വളർന്നു വന്ന, അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യസ് സേവിയറെ ഒന്നും കാണുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ ഈ തർക്കങ്ങൾ വിവിധ രൂപങ്ങളും ഭാവങ്ങളും ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ്. രാജു പി നായരും അതുപോലെ ജിൻഡോ ജോണും BRM ഷഫീറുമൊക്കെ ഈ തർക്കത്തിൻ്റെ ഭാഗമാകുന്നു. KSUവിൽ വിവിധ നേതാക്കന്മാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാഷിർ ഇന്ന് വി.ഡി. സതീശൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വഷളാകുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അത് രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കോൺഗ്രസ്സിന് കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ എൻ്റെ ഒരു വിശദീകരണം. കോൺഗ്രസ്സുകാർ ഈ വിഴുപ്പലക്കലുകളും തമ്മിത്തല്ലുകളും ഒക്കെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്നോ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യമെന്നോ ഒക്കെ വിശേഷിപ്പിച്ചാലും കാണുന്ന ആളുകൾക്ക് അത് അസഹ്യമായി തോന്നും എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കോൺഗ്രസ് സംബന്ധിച്ച് ഇത് ഏറ്റവും അനുകൂലമായ ഘടകമാണ്. കാരണം മറുപക്ഷത്ത് CPM ആകെ തകർന്നിരിക്കുന്നു. അവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം കൂടുവാൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്നതിനെ ചൊല്ലി തർക്കങ്ങൾ നടക്കുകയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് അവർക്ക് ശക്തമായ ഒരു യുവനിരയുണ്ട്. AD തോമസും അതുപോലെ ഷാഫി പറമ്പിലും സൂരജും, അങ്ങനെ ഒരു വലിയ നിര തന്നെയുണ്ട് കോൺഗ്രസ്സിന്. ആ യുവനിരയെ മുൻനിർത്തി കോൺഗ്രസ്സിന് വളർന്നു വരുവാൻ കഴിയുമെന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. എൻ്റെ ഒരു നിരീക്ഷണം ശരിയാണെങ്കിൽ ഈ യുവനിരയൊക്കെ മുൻനിർത്തി കോൺഗ്രസ്സിന് ക്യാമ്പസുകളിൽ പോലും KSUവിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഒരു 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ പഴയ ശക്തി KSU വീണ്ടെടുക്കുകയും SFI തകർന്നടിയുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാം. കാരണം കോൺഗ്രസ്സിന് അത്രത്തോളം നേതൃത്വ ബലമുണ്ട് യുവജനങ്ങൾക്കിടയിൽ. ഇപ്പോൾ ജൻസിയുടെ ഇടയിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ വലിയൊരു സ്വാധീനം കോൺഗ്രസ് ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയുന്നുണ്ട്. CPM ആകട്ടെ അവരുടെ നേതൃനില, പ്രത്യേകിച്ചും യുവാക്കളുടെ നേതൃനിര, DYFI SFIയിലേക്കുള്ള നേതാക്കളുടെ ഒരു നിര കുറഞ്ഞു വരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് പക്ഷേ അവസരങ്ങളൊന്നും മുതലാക്കി മുന്നോട്ട് പോകുന്നില്ല. യാദൃച്ഛികമായി ഉണ്ടായതാണ് തിരഞ്ഞെടുപ്പ് വിജയം 2026. ആ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരാവേശം കഴിഞ്ഞാൽ ആ തിരിച്ചടികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരസ്പരം വിട്ടുവീഴ്ചയും ചർച്ചകളുമൊക്കെ നടത്തിയ പ്രസ്ഥാനത്തെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളുമായ നേതാക്കന്മാർ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ നിങ്ങളെ അധികാരത്തിലേറ്റിയ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അവഹേളനമായിരിക്കും, നിങ്ങൾ അവരെ അവഹേളിക്കുന്നത് തുല്യമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പ്രത്യേകിച്ചും വി.ഡി. സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും UDFകാരും ഒക്കെ ഇഷ്ടപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഒരു വസന്തം അത് കേരളത്തിൽ തിരികെ കൊണ്ടുവരുവാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും കരുത്തുറ്റ നേതൃനിര ഇപ്പോൾ ഉണ്ട്. BJPയെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ സംസാരിക്കുവാൻ കഴിയുന്ന, പൊതുജന മധ്യത്തിൽ ഇടപെടുവാൻ കഴിയുന്ന, ജനങ്ങളുമായി സംവദിക്കുവാൻ കഴിയുന്ന നേതാക്കന്മാർ ഇല്ല എന്നത് തന്നെ അവരുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ഘടകമായി നിൽക്കുകയാണ്. കോൺഗ്രസിലെ ഏറ്റവും പ്രമുഖമായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായി വി.ഡി. സതീശൻ മാറുവാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ ക്ഷമയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങണം. മറ്റു വീഡിയോ കാണുന്നത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.